സ്നാപ്ഡ്രാഗൺ പ്രോസസർ പവർ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലെനോവോയുടെ ഐഡിയപാഡ് സ്ലിം 5. വിൻഡോസ് ഓൺ എയറും പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് 2 സീരീസ് പ്രോസറുകളാണ് ഉള്ളത്, എക്സ് പ്ലസും എക്സ്8ഉം. എക്സ് പ്ലസിൽ തന്നെ 8 കോറുള്ള പ്രോസസറും അവൈലബിൾ ആണ്, 10 കോറുള്ള പ്രോസറും അവൈലബിൾ ആണ്. ഇതിന്റെ ലോഗോ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ലുക്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഐഡിയപാഡ് സ്ലിം 5നകത്തുള്ള പ്രോസസർ മോഡൽ നമ്പർ X1NE4200 എന്നാണ്. എക്സ് സീരീസിന്റെ 40 സീരീസ് പ്രോസസറിനാണ് 8 കോറുകൾ വരുന്നത്, 60 സീരീസ് പ്രോസസറിന് 10 കോറും വരുന്നുണ്ട്. ഇതൊരു മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് പ്ലസ് പി സി ആണ്, അതായത് ഇതൊരു AI PC ആണ്. ഇതിനകത്തൊരു 45 ടോപ്സ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള NPU കൂടെ വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പാസ് ആയതുകൊണ്ട് തന്നെ വളരെ സ്റ്റേഡിയാണ് സിസ്റ്റം. ടോപ്പ് കവറും ബോട്ടം കവറും എല്ലാം അലൂമിനിയം ആണ്. ഒരു പ്രീമിയം ഡിവൈസ് ഫീൽ ആണ് നമ്മൾ ഇത് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ. മെഷീന്റെ റാം സ്പീഡ് വരുന്നത് 8400 മെഗാഹെർട്സ് ആണ്. SSD 1 TB ഇന്റേണൽ സ്റ്റോറേജ്. ഒരു നോർമൽ യൂസർക്ക് 11 മണിക്കൂറിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഈ മെഷീൻ ഓഫർ ചെയ്യും, കാരണം ഇത് ARM ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്രോസസറാണ്. ഇതേ ARM ആർക്കിടെക്ചർ ഉപയോഗിച്ചുള്ള പ്രോസസേഴ്സ് ആണ് നമ്മുടെ മൊബൈൽ ഫോണും അതുപോലെ ആപ്പിളും എല്ലാം യൂസ് ചെയ്യുന്നത്. ARM എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ വിൻഡോസിന്റെ എക്സിക്യൂഷനും വളരെ ഫാസ്റ്റ് ആണ്. വിൻഡോസ് അപ്ഡേറ്റുകൾ പോലും ചിലപ്പോൾ ഒരു 2 മിനിറ്റ്സിലൊക്കെ ഇൻസ്റ്റാൾ ആയി തീരുന്നത് കാണാം. 32 GB റാം ഉള്ള മെഷീനിൽ പോലും നമ്മൾ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ സ്ട്രഗിൾ ചെയ്തെന്നിരിക്കും. ഒരുവിധം കോഡിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്പുകളെല്ലാം നമ്മൾ വർക്ക് ചെയ്ത് നോക്കി, യാതൊരു ഇഷ്യൂസും ഇല്ല. VS കോഡ്, പൈത്തൺ, ഫ്ലട്ടർ അങ്ങനെയുള്ള എല്ലാം റൺ ചെയ്ത് നോക്കി വളരെ എഫർട്ട്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലോക്കൽ സെർവർ ഹോസ്റ്റ് ചെയ്യാൻ സാമ്പും വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അഡോബിന്റെയും ഓട്ടോഡെസ്കിന്റെയും ആപ്ലിക്കേഷൻസിനും സപ്പോർട്ടിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആപ്സ് എല്ലാം വളരെ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആമിന് കൂടുതൽ ഡ്രൈവർ സപ്പോർട്ട് റോൾ ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ പ്രിന്ററുകൾ, VPN സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം.